നമ്മുടെ കയ്യിലുള്ള റൈസോം പ്ലാന്റ്സ് ആയിട്ടുള്ള ജാവാഫൺ അതുപോലെ തന്നെ അനൂബിയാസ്. ജാവാഫൺ നമ്മൾ മുമ്പ് പലതവണ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. അനൂബിയാസ് ഇതുവരെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൻ്റെ തണ്ട്, അതായത് അല്ലെങ്കിൽ അതിൻ്റെ റൈസോം പല കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ചട്ടികളിലായിട്ട് നട്ട് സെപ്പറേറ്റ് പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കുന്നതിനെയാണ് ഈ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്ത് പല പല പീസുകളാക്കുന്നതിനെയാണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജാവാഫൺ എന്ന് പറഞ്ഞ ചെടിയാണ് നമ്മൾ ഇതുവരെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ സാധാരണ ഞാൻ യൂസ് ചെയ്യാറുള്ള ബ്ലേഡാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തണ്ട് ചതയാനായിട്ട് പാടില്ല. ചതഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ബ്ലേഡ് വളരെ തിന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ഒരു സ്ലിറ്റ്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് തന്നെ അത് 2 പീസായിട്ട് കട്ടായിക്കോളും ചതയാതെ. അപ്പോൾ ബ്ലേഡാണ് ഞാൻ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ഇതിന് പ്രൊഫഷണൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അക്വേറിയം ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ നമ്മുടെ അക്വേറിയത്തിനകത്ത് അക്വാസ്കേപ്പിംഗ്, അതായത് ഇതുപോലെ ചെടികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ട ടൂൾസ് അവൈലബിൾ ആണ്. അതിനകത്ത് ഇതുപോലെ കട്ടറും കാര്യങ്ങളൊക്കെ കിട്ടും. ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമ്മൾ സർജിക്കൽ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നില്ല, ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ആ ഒരു ഇതിലാണ് അതിൻ്റെ ടൂൾസ് ഇറങ്ങുന്നത്. അക്വേറിയം ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. നിങ്ങൾക്കൊന്നെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാങ്ങിയ പോലത്തെ നമ്മുടെ സാധാരണ പ്രൂണിങ് ടൂൾ യൂസ് ചെയ്യാം. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്കുകളെല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ബ്ലേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് കുറച്ച് ഡേഞ്ചറസ് ആണ് ബ്ലേഡ് യൂസ് ചെയ്യുന്നത്. കാരണം 2 സൈഡും ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈ മുറിയാനും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എഡ്ജ് തട്ടിയിട്ട് വേറെ ഇലകളൊക്കെ മുറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കട്ടർ നോക്കി നടക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അക്വാസ്കേപ്പിങ്ങിൽ, അക്വേറിയം ഫീൽഡിൽ തന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടും. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ കിട്ടും. പക്ഷേ അതിന് പ്രൈസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. 350-400 രൂപയൊക്കെ ഒരു പീസിന് വരുന്നുണ്ട് ഇതുപോലത്തെ കട്ടറിനൊക്കെ. അതേസമയം നമ്മൾ ഇത്തരത്തിലുള്ള കട്ടർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വാങ്ങിയത് വെറും 150 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന്. ഇത് നമ്മുടെ ഇത്തരത്തിലുള്ള അക്വേറിയം ചെടികൾ കട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതല്ല. നമ്മുടെ സാധാരണ ചെടികളുണ്ടല്ലോ, ചെടിച്ചട്ടിയിലൊക്കെ വളർത്തുന്നത്, ഇൻഡോറും ഔട്ട്ഡോറൊക്കെ, അത് ജസ്റ്റ് ട്രിം ചെയ്യാനായിട്ട് വരുന്നതാണ്. അതിനെ പറയുന്നത് പ്രൂണിംഗ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് പ്രൂണിംഗ് ടൂൾ എന്നാണ്. ഈ സാധനത്തിനെ പറയുന്നത് പ്രൂണിംഗ് ടൂൾ എന്നാണ്, അല്ലെങ്കിൽ പ്രൂണിംഗ് സിസർ എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോറൊക്കെ വളർത്തുന്ന ചെടികൾ അത് ജസ്റ്റ് ട്രിം ചെയ്ത് കട്ട് ചെയ്ത് ഒതുക്കി നിർത്താനും, പിന്നെ ചില ചെടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, അതായത് ഈ തണ്ട് കട്ട് ചെയ്ത്, അതായത് റോസ് അതുപോലെ ചെമ്പരത്തിയൊക്കെ തണ്ട് സ്റ്റെം കട്ടിങ്സ് എടുത്തിട്ട് അത് നട്ട് വളർത്തുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ സ്റ്റെം കട്ടിംഗ് ഒക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലേഡുകൾ കണ്ടില്ലേ, ഇത് ഫ്ലാറ്റാണ്. നമ്മുടെ സാധാരണ സിസറൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചതയാൻ സാധ്യതയുണ്ട്. ഇത് യൂസ് ചെയ്ത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചതയില്ല. കണ്ടോ, ഇതിൻ്റെ ബ്ലേഡ് നല്ല ഫ്ലാറ്റാണ്. ഫ്ലാറ്റായിട്ട് പരമാവധി ഷാർപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വെച്ച് കട്ട് ചെയ്താൽ ചതയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൂള് പല ആൾക്കാരും കട്ട് ചെയ്യാനായിട്ട്, സ്റ്റെമ്മ് കട്ട് ചെയ്യാനായിട്ടും ട്രിം ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അക്വേറിയം ഫീൽഡിൽ യൂസ് ചെയ്യുന്ന കട്ടറല്ല, സാധാരണ ചെടികൾ ട്രിം ചെയ്യാനും ഒതുക്കി നിർത്താനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൂണിംഗ് ടൂളാണ്. പക്ഷേ ഇത് നമുക്ക് ഈ ഒരു ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട്, ഈ ജാവാഫോണൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് ബ്ലേഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് സമയമൊക്കെ ലാഭിക്കാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റേത് നമുക്ക് കുറേ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം ബ്ലേഡൊക്കെ വെച്ച് ചെയ്യാനായിട്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു ബ്ലാക്ക് ഒരു സ്വിച്ച് പോലത്തെ സംഭവം കണ്ടില്ല, അത് ജസ്റ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടാണ് നിൽക്കുക, സ്പ്രിങ് കണ്ടില്ല, അത് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളത് അടച്ച് വെച്ചിട്ട് ആ ഒരു സ്വിച്ച് വെച്ച് ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലോക്കായിട്ടിരുന്നോളും. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലല്ല, ഈ ഒരു ടൂളുമേ എഴുതിയിട്ടില്ല, അതിൻ്റെ ആ ഒരു പാക്കേജുമേയും ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു അക്വേറിയങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ടൂളുകളൊക്കെ നമ്മൾ മേടിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എപ്പോഴും നല്ലത്, റസ്റ്റ് ചെയ്യാതിരിക്കും. ഇത് ചെറുതായിട്ട് റസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു അറ്റം ഭാഗത്ത് ചെറുതായിട്ട്, ബ്ലേഡിൻ്റെ അവിടെ ചെറുതായിട്ട് റസ്റ്റിംഗ് പോലെ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പുറത്തെ 1-2 ചെടികളുടെ തണ്ടുകൾ ജസ്റ്റ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ചെമ്പരത്തി എന്തുവാണ് അതിൻ്റെ സ്റ്റെമ്മാണ് കട്ട് ചെയ്ത് നോക്കിയത്. അത് പ്രോപ്പറായിട്ട് കട്ടാവുന്നുണ്ട്. പക്ഷേ അത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് ഇരുന്നത് നനഞ്ഞിട്ടൊക്കെ ഇരുന്നത് കൊണ്ടാണ് ആ ഒരു ബ്രൗൺ കളർ പോലെ റസ്റ്റിംഗ് പോലെ വന്നിട്ടുള്ളത്. അവർ ക്ലിയർ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, അതായത് അതിൻ്റെ പാക്കേജും എഴുതിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഓയിൽ കൊടുത്ത് വേണം വെക്കാനായിട്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് ആ ഒരു മാർക്ക്, ആ ബ്ലാക്ക് കളർ അവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് ഒരു ടൂൾ വാങ്ങിയിട്ട് നമ്മൾ അക്വേറിയത്തിൻ്റെ ചെടികൾക്കും പുറമേയുള്ള ചെടികൾക്കും യൂസ് ചെയ്തിരിക്കുക. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ അക്വേറിയത്തിലെ ചെടികൾക്ക് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രം ഒരെണ്ണം മാറ്റി വയ്ക്കുക. മറ്റ് ചെടികൾക്ക് വേറൊരു സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. രണ്ടിനും കൂടി ഒരു ടൂൾ യൂസ് ചെയ്യരുത്. അപ്പോൾ അത് പ്രശ്നമാണ്. കാരണം ഈ പറഞ്ഞ പോലെ മറ്റ് ചെടികളുടെ കുറേ കറയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കട്ടറിൻ്റെ ആ ഭാഗത്തൊക്കെ വരും. അപ്പോൾ അക്വേറിയത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ.
കാരണം വെള്ളത്തിലൊക്കെ നമ്മൾ വെക്കുന്നതല്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ വെള്ളത്തിൽ ഡിസോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് മീനുകൾക്കും ചെടികൾക്കൊക്കെ പ്രോബ്ലമാണ്. അതുകൊണ്ട് അക്വേറിയത്തിലേക്ക് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു കട്ടർ മാറ്റി വെക്കുന്നതാണ് നല്ലത്. മറ്റ് ചെടികൾക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു രണ്ടാമതൊരെണ്ണം കൂടി വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇത് 2 ചെടികൾക്കും വേണ്ടി യൂസ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യണം. ഞാൻ സ്പെസിഫിക്കലി ഈ ഒരു അക്വേറിയത്തിലേക്ക് വേണ്ടിയാണ് വാങ്ങിയത്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, മറ്റ് സ്റ്റെമ്മുകൾക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് മറ്റ് ചെടികളിൽ, നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെയുള്ള ചെടികളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു അക്വേറിയം ചെടികൾക്ക് വേണ്ടി മാത്രം ഇത് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ചിലത്. ഇത് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൈസോം കൈ പിടിച്ചിട്ട് വേണം, അത് ഇടത്തെ കൈ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു കയ്യിൽ ക്യാമറയാണ്, എൻ്റെ വലത്തെ കയ്യിൽ ക്യാമറയാണ്, ഇടത്തെ കൈ കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തത്. എനിക്ക് ശരിക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു റൈസോമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം. ഇത് കണ്ടില്ലേ, നേരത്തെ ഞാൻ കാണിച്ച ചെറിയ റൈസോമായിരുന്നു. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് കുറച്ച് കട്ടിയുള്ള വലിയ നീട്ടത്തിലുള്ള റൈസോമാണ്. നല്ല പ്രോപ്പറായിട്ട് തന്നെ കട്ടാവുന്നുണ്ട്. കട്ട് ചെയ്ത ആ ഭാഗം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, കണ്ടില്ലേ, അത് ചതയൊന്നൊന്നുമില്ല, പ്രോപ്പറായിട്ട് തന്നെ നല്ല സ്ലൈസ് ചെയ്ത പോലെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾ നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം നനച്ച് ഒന്നും വെക്കരുത്. അതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് തുടച്ച് ജസ്റ്റ് ഒരു ഓയിലൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി വെക്കുക. ഇത് ഒരു നോർമൽ ക്വാളിറ്റി കട്ടറാണ്, അല്ലാതെ ഹൈ ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 150 രൂപയാണ്. അപ്പോൾ ഇത്തരത്തിൽ റൈസോമൊക്കെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അത് ചതയാതെയൊക്കെ വളരെ പ്രോപ്പറായിട്ട് നീറ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്കുകളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രാൻഡിൻ്റെ നമ്മൾ കൊടുക്കുന്നുണ്ട്, വേറെ 1-2 ബ്രാൻഡിൻ്റെ ലിങ്കുകളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. പല പ്രൈസിലുള്ളത് നമ്മൾ കണ്ടു ആമസോണിൽ. ഈ പറഞ്ഞ പോലെ 150, 300, 400, 800 രൂപ വരെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 1-2 വേറെ ലിങ്കുകളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് പ്രൊപ്പഗേഷൻ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇലകൾ കാര്യങ്ങളൊക്കെ ചീഞ്ഞ ഇലകൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കേടായി പോയ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റൂട്ട്സ് കണ്ടില്ലേ, താഴെ കിടക്കുന്ന ആ ഒരു റൈസോമിൻ്റെ റൂട്ട് നല്ല നീളത്തിൽ കിടക്കുന്നത് കണ്ടില്ലേ താഴെ, അതുപോലുള്ള നല്ല നീളമുള്ള റൂട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ റൂട്ടൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാരണ സിസർ യൂസ് ചെയ്യാതിരിക്കുക. കാരണം അതിൻ്റെ ബ്ലേഡിന് കട്ടി കൂടുതലാണ്. അപ്പോൾ അത് വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈസോം ചതയാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഇതുപോലുള്ള കട്ടറുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഫ്ലാറ്റായിട്ട് തിന്നായിട്ടുള്ള ബ്ലേഡുള്ള കട്ടറുകൾ, ഇതുപോലത്തെ കട്ടറുകളാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.